ഉത്തർപ്രദേശിൽ സ്കൂളുകൾക്ക് ക്രിസ്മസ് ദിനം അവധിയില്ല. സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷം ഈ ദിവസം സ്കൂളുകളിൽ നടത്തും. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇപ്പോൾ ക്രിസ്മസ് അവധിയും വെട്ടിയിരിക്കുകയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ? അമൃതം, മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് ക്രിസ്മസ് അവധി ലഭിക്കുമ്പോൾ ഉത്തർപ്രദേശിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ക്രിസ്മസ് അവധിയില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ദിവസം പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് ചില കാരണങ്ങളും ഉത്തർപ്രദേശ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള പരിപാടികൾ ആ ദിവസം സ്കൂളുകളിൽ നടക്കും. അതുകൊണ്ട് തന്നെ അവധി നൽകാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഹാജർ നിർബന്ധമാണെന്നും ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമെല്ലാം ഉത്തർപ്രദേശിൽ സമാനമായ രീതിയിൽ അവധി നൽകിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിനോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്മസ് അവധി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിൽ ഇത്തവണ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് അവധി ഉണ്ടാകില്ല. കൃത്യമായി വിദ്യാർത്ഥികൾ ഈ സ്കൂളുകളിലേക്ക് എത്തണമെന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിർദ്ദേശം. നമുക്കറിയാം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നുവെന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. അല്പസമയം മുമ്പ് ഒഡീഷയിലും സമാനമായ രീതിയിൽ ഈ ക്രിസ്മസ് സാധനങ്ങൾ വിറ്റ സംഘങ്ങൾക്കെതിരെ ഭീഷണി ഉയർത്തിയിരുന്നു. എന്തായാലും ഉത്തർപ്രദേശിൽ ഇപ്പോൾ ക്രിസ്മസ് അവധി വെട്ടിയിരിക്കുകയാണ്. സ്കൂളുകൾക്ക് ഇത്തവണ ക്രിസ്മസ് അവധി ഉണ്ടായിരിക്കില്ല. മറിച്ച് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദിയുമായി അനുബന്ധിച്ച പരിപാടികളായിരിക്കും ഇത്തവണ ക്രിസ്മസ് ദിനത്തിൽ ഉണ്ടാവുക. വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്കൂളിലെത്തണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അമൃത. ശരി അരവിന്ദ്.